ഹലോ ഗൈസ്, എല്ലാവർക്കും ഇസ്മി ജിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു സൺഫ്ലവർ ഗാർഡനിലേക്ക് സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി ഞങ്ങൾ പോകാം കേട്ടോ. ഞങ്ങളിവിടെ തൊട്ടടുത്തൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഐലൻഡിൽ ആയിട്ടാണ് ഈ സൺഫ്ലവർ ഗാർഡൻ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇന്ന് അങ്ങോട്ട് ഒന്ന് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ മുമ്പേ അങ്ങ് പോവുകയാണ്, അവർ പുറകെ വന്ന് കയറിക്കോളും. അപ്പോൾ അവരെ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പം ശരി, നമുക്ക് പോണ വഴി കാണാം. നമ്മുടെ അവിടെ മറ്റേ ഇത് കിട്ടണവരുണ്ടല്ലോ, മഞ്ഞള്. സൺഫ്ലവർ പാടം നോക്കി എൻ്റെ അമ്മേ. പക്ഷെ അതിലൊന്നും സൺഫ്ലവർ ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിത് എല്ലാവരും കൂടെ സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടി വന്നാട്ടോ. ഇതുണ്ടോ ചുറ്റുവട്ടം നോക്കി, വളരെ വിജനമായ സ്ഥലം. ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സനി എങ്ങോട്ടാ? സൺഫ്ലവർ പാടം കാണാൻ. കുഞ്ഞു എങ്ങോട്ടാ? ആനേ. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ ഫീസ് ഉണ്ടേ, ഒരാൾക്ക് 6 പൗണ്ട് വെച്ചിട്ട് ഇതിന് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് അകത്തേക്ക് കയറി. ഇവിടെ കയറിനടുത്ത് സൂര്യകാന്തിപ്പാടത്തിന് മുമ്പായിട്ട് മനോഹരമായിട്ട് വേറെ പല പൂക്കളും ഉണ്ടോ, വളരെ രസമുള്ള പല പൂക്കളും ഇവരിവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചുറ്റുപാടും അവിടെ കേട്ടോ സൂര്യകാന്തിപ്പാടം. ഇതുണ്ടോ ഗൈസ്, ഇതിൻ്റെ അകത്തൊരു ബോട്ടൊക്കെ ഇട്ടതുണ്ടോ. ബാക്കിലേക്ക് നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ പാകത്തിന് ചെയ്യണ. ഇതുപോലെ ഈ വയലറ്റും വെള്ളയും കളറിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഈ പ്രദേശം ഫുള്ള് നിറഞ്ഞിരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് മാത്രമല്ല, ഈ ഓരോ കളറും ഒരു പ്രത്യേക ഭാഗത്തായിട്ട് മാത്രമായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്തേക്കുക. ഇതിൻ്റെ ആകാശത്തു നിന്നുള്ള വ്യൂ ഒക്കെ വളരെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നല്ലൊരു അത് ചെറിയ പ്രദേശമൊന്നുമല്ല കേട്ടോ. ഇത് ഏക്കർ കണക്കിന് സ്ഥലം മൊത്തം ഇങ്ങനെ പലതരത്തിലുള്ള പൂക്കളുണ്ട്. ഇതിൻ്റെ അങ്ങേയറ്റത്താണ് ഈ സൂര്യകാന്തിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഇങ്ങനെ 2-3 പിയാനോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാ സ്വിച്ചൊന്നും വർക്ക് ചെയ്യില്ലേ, ചിലതിൽ മാത്രം ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഇതൊക്കെ മതി. പിന്നെ ഇത് ഇതുപോലെ പൂക്കൾ ഇങ്ങനെ നിറച്ച് പൂക്കൾ അങ്ങ് വരെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് കൂടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇതിങ്ങനെ നോക്കത്താ ദൂരത്തോളം സൂര്യകാന്തികൾ ഉണ്ടായിരുന്നുണ്ടേ. അങ്ങ് ഉണ്ട്. അടുത്ത് നിന്ന് നോക്കുമ്പോൾ വലിയ ഇതുണ്ടെങ്കിലും ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അടുത്ത് നോക്കുമ്പോൾ നിശ്ചിത അകലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു
രസമില്ല. പക്ഷെ ദൂരേക്ക് നോക്കുമ്പോൾ വലിയ രസമല്ലേ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ഈ പണ്ട് കാലത്തെ കാരണന്മാരിരിക്കണേ കൂട്ടൊരു തരം കസേര, അതുപോലത്തെ ഒരു മോഡൽ കസേരയാട്ടോ ഈ ഇരിക്കുന്നത്. അത് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിന്നോട് 6 പറിക്കാൻ പറഞ്ഞേ. കുഞ്ഞിന് പറ്റില്ല, കുഞ്ഞിന് ഫീസില്ലല്ലോ. 11 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എവിടെ കയറുന്നതിന് ചാർജ് ഇല്ല കേട്ടോ. അല്ലാത്തവർക്ക് 6 പൗണ്ട് കൊടുത്ത് എല്ലാവർക്കും 3 പൂ വീതം പറിച്ചുകൊണ്ട് പോവാവേ. ഇവിടെ ഇതുപോലെ ട്രാക്ടർ, അങ്ങനെ ഇവരുടെ പഴയകാല ഇവരുടെ ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, വണ്ടികളെല്ലാം ഇങ്ങനെ കൊണ്ട് ഈ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പോകത്തിന്, കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പോകത്തിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്ക് ഏതാണ്ട് 7 മണിയോളം സമയമായി കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ തിരക്ക് കൂടുകയത്. 6 മണിക്ക് ശേഷം അവിടെ നായ്ക്കളെയും കൊണ്ട് നടത്തിക്കാനൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തിരക്ക് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇത് കണ്ടോ, സാധാരണ ആൾക്കാർ കയറിയിരുന്ന് ഫോട്ടോ എടുക്കണേടുത്ത് അവരൊരു നായ്ക്കുട്ടീനെ കയറ്റിയിരുത്തി ഫോട്ടോ എടുക്കുക. ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ലൈക്ക് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ, അതുവരെ കാണാം. ബൈ.